എന്തായി മോളെ? എന്താവാനാ, ഇനി കുഞ്ഞ് ജനിക്കത്തില്ല. എന്താ പറഞ്ഞേ? ഇനി കുഞ്ഞ് ജനിക്കത്തില്ലെന്നോ? എന്താ ഉണ്ണി ഇത്? അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല. പിന്നെ കുറച്ച് സാവകാശം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞോളൂ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളെന്ന് വെച്ചാ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഇനി കുഞ്ഞുണ്ടാകാൻ പ്രയാസമാണെന്നാ ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണോന്ന്, എത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ആർക്കറിയാം? ഇയാൾക്കൊപ്പം ജീവിച്ചാലേ എനിക്ക് കുഞ്ഞുണ്ടാവില്ല. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? പക്ഷേ അവിടുന്ന് ഇറങ്ങിയപ്പോ മുതല് എന്നെ പൊരിച്ചോണ്ടിരിക്ക മുത്തശ്ശിയുടെ കൊച്ചുമോള്. എങ്ങനെ പൊരിക്കാതിരിക്കൂടാ ഉണ്ണിക്കുട്ട? നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ കുഞ്ഞിന് കരയാൻ മാത്രമേ നേരമുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിനെ കളഞ്ഞത് ആരാ? നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ അല്ലേ? എങ്ങനെ? താൻ ഇവിടെ വന്ന് കൂടുതൽ ഷോയൊന്നും കാണിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ അങ്ങോട്ടില്ല. എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിലേ എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ അടുത്ത് താമസിക്കണം. മോളുടെ തീരുമാനം അതാണെങ്കിൽ ഇവള് കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ. കുറച്ചു ദിവസമല്ല, ഇനി ഇവിടെ നിൽക്കുന്നുള്ളൂ. ഒരുത്തി ടൂറിന് പോയിരിക്കുക, അവള് ആർത്ത് ഉല്ലസിക്കുക. ഞാൻ മാത്രം ഇയാളുടെ വീടിനകത്ത് തളയ്ക്കപ്പെട്ടു. കല്യാണം കഴിയുന്നതിന് മുൻപ് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ടിപ്പോ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ആഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായോ? ശരിയാ ഉണ്ണിക്കുട്ട, എല്ലാ ന്യൂ ഇയറിനും മോക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുമാത്രമായിരുന്നോ? മോള് പറയുന്നിടത്തൊക്കെ നമ്മൾ കൊണ്ടുപോകില്ലായിരുന്നോ പ്രതാപ? ആ സമയത്തൊക്കെ ഈ വീടിന് 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവളായിരുന്നു ലക്ഷ്മി. എന്നിട്ടിപ്പോ അവളാണ് ജീവിതം ആഘോഷിക്കുന്നത്. അതൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ ഉണ്ണിക്കുട്ട? ഇനി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിങ്ങളുടെ ഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേടാ, ഞങ്ങൾ എന്ത് ചെയ്തെന്ന ചക്ക നീ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? ഒരുത്തി ഇവളുടെ അടിമയാന്ന് പറഞ്ഞല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അടിമയായോ? അവര് വരുന്നതിന് മുമ്പ് ഞാനും മേക്കേണ്ടൊക്കെ ആയിരുന്നു കമ്പനി നോക്കിക്കൊണ്ട് നടന്നിരുന്നത്. മേൽനോട്ടം മാത്രമേ ഏട്ടനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവര് വന്നതോടെ എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. ഇപ്പോ സ്വത്തുക്കളും അവരുടെ പേരില്ല. എന്ന് വെച്ചാ നിങ്ങളുടെ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ പിഴച്ചു. അവര് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കമ്പനിയിൽ ഞാനിങ്ങനെ തരം താഴ്ത്തപ്പെടില്ലായിരുന്നു. മേഘേട്ടൻ കമ്പനിയിൽ നിന്ന് പുറത്താവില്ലായിരുന്നു. മതി മതി മതി, ഇനിയിപ്പോ നീ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ കാട് കയറി പോണ്ട. മോക്ക് ഇനി അങ്ങോട്ടേക്ക് വരണം എന്നുള്ള തോന്നലുണ്ടാവുമ്പോ മാത്രമേ മോളെ അങ്ങോട്ട് വിടുന്നുള്ളൂ. എനിക്കിനി അങ്ങോട്ടേക്ക് പോകാനുള്ള തോന്നൽ ഉണ്ടാവില്ല അച്ഛാ. പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാണ് വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നില്ല. ഇവൾക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞോണ്ടാ ഇവളെ ഇവിടെ കൊണ്ട് വിട്ടത്. ഇനി ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. നാണം കെടുന്നതിനൊരു പരിധിയുണ്ട്. അവന് വാല് മുളച്ചല്ലോ പ്രതാപ. എന്ന് വെച്ചാ അതുപോലെ അല്ലേ അമ്മേ മോൾ അവനെ കുറ്റപ്പെടുത്തുന്നേ? രണ്ടാളും മിണ്ടരുത്. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ പാദസേവ ചെയ്യൂന്ന് പറഞ്ഞു വിട്ടവളാണ് എന്നെ കയറി ഭരിച്ചത്. എന്തിനാ ആ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിട്ടത്? എന്തിനാ അവളെ കണ്ണേട്ടന്റെ ഭാര്യയാക്കിയത്? അതില് അച്ഛനും മുത്തശ്ശിക്കും തുല്യ പങ്കുണ്ട്. ലക്ഷ്മി അന്ന് ഈ കല്യാണത്തിന് തയ്യാറല്ലായിരുന്നെങ്കില്
അയാൾക്ക് ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലായിരുന്നു. ഞാൻ രാജകുമാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞേനെ. ഇതിപ്പോ എനിക്കെല്ലാം നഷ്ടമായി, എല്ലാം.